നമ്മൾ എപ്പോഴും പറയില്ലേ, അവനവന്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നവൻ ബുദ്ധിമാനും അടുത്തവന്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നവൻ അതിബുദ്ധിമാനുമാണ് എന്ന് പറയും. മുന്നേ പോയ ആളുകൾ ഇതുപോലെ കുറെ അബദ്ധങ്ങൾ പറ്റി. വേറെ ആളുകൾക്ക് പറ്റിയ അബദ്ധങ്ങളെ കണ്ടുപിടിച്ചതും ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ചെയ്ത അബദ്ധങ്ങളാണ് പാഠങ്ങളായി മാറുന്നത്. മകൻ വലുതായാൽ മിടുക്കനായാൽ എന്നെ വിട്ടു പോകുമെന്നതുകൊണ്ട് മകനെ ഞാൻ പഠിപ്പിക്കുന്നില്ല, മകനെ ലോകം കാണിക്കുന്നില്ല. ഒരു മുറിയിൽ പൂട്ടിയിട്ട് വളർത്തിയാൽ ഈ മകൻ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കും. ആളുകളെ വളർത്താതിരിക്കുക എന്ന അബദ്ധം ഒരിക്കലും കാണിക്കരുത്. അത് മണ്ടത്തരം. ബേസ്ഡ് ഇന്റർണൽ ഡേറ്റ ഉണ്ട്, എക്സ്റ്റേണൽ ഡേറ്റ. ഇന്റർണൽ ഡേറ്റ എന്ന് പറയുന്നത് അകത്ത് നടക്കുന്ന കാര്യങ്ങളുടെ ഡേറ്റ, ഫിനാൻഷ്യൽ ഡേറ്റ, ഓപ്പറേഷണൽ ഡേറ്റ, അങ്ങനത്തെ കാര്യം. എക്സ്റ്റേണൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്ററെ കുറിച്ചുള്ള ഡേറ്റ, ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഡേറ്റ, അങ്ങനെയുള്ള ഈ രണ്ട് ഡേറ്റകളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ തീരുമാനമെടുക്കുന്നതെങ്കിൽ ആ തീരുമാനം ശരിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമസ്കാരം സർ. നമസ്കാരം സർ, കഴിഞ്ഞ പല സെഷനുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഒരു ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു മനുഷ്യനാണ്. അയാൾ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇയാൾ ഈ ബിസിനസ് ചെയ്തു പോകുന്ന ജേർണിയിൽ പല അബദ്ധങ്ങളും ഇയാൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സം മിസ്റ്റേക്സുകൾ. ഈ മിസ്റ്റേക്സുകൾ ഡയറക്റ്റ്ലി ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും, അയാളുടെ പ്രൊഡക്ടിവിറ്റി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിനെല്ലാം ബാധിക്കാം. അപ്പം ഞാൻ ചോദിക്കുകയാണ് സർ, ബിസിനസ്സിൽ എന്തൊക്കെ അബദ്ധങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്? അത് എങ്ങനെയൊക്കെ വലിയൊരു ഇമ്പാക്റ്റ് അയാളുടെ ബിസിനസ്സിൽ ഉണ്ടാക്കുന്നുണ്ട്? ബിസിനസ് തുടങ്ങുന്ന ഒരാളും ഒരു അബദ്ധം ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്നില്ല. പക്ഷേ കുറെ ആളുകൾ ബിസിനസ് അബദ്ധം കാണിക്കുന്നു എന്നതിന് തെളിവാണ് തുടങ്ങുന്ന ബഹുഭൂരിപക്ഷം ബിസിനസ്സുകളിൽ ബഹുഭൂരിപക്ഷവും തുടക്കകാലങ്ങളിൽ തന്നെ പൂട്ടിപ്പോകുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. വളരെ ന്യൂനപക്ഷമായ സ്ഥാപനങ്ങൾ മാത്രമാണ് രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ബഹുഭൂരിപക്ഷം മുന്നോട്ട് പോകുമ്പോൾ തടസ്സപ്പെടുന്നതെന്ന് ചോദ്യത്തിന് കുറേ അബദ്ധങ്ങൾ അവർ കാണിക്കുന്നു എന്നതാണ്. സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പേ പരാജയപ്പെട്ടവർ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് നിരീക്ഷിച്ച ഒരാളാണെങ്കിൽ ആ അബദ്ധം അയാൾക്ക് ചെയ്യാതിരിക്കാം. ഉദാഹരണം പറയാം. നമ്മൾ കമ്പനി തുടങ്ങി ഭയങ്കരമായി വളരണമെന്ന് താല്പര്യമുണ്ടാവും. ഒരു ഓൺട്രപ്രണർ ആകുന്നതിന് കാരണം തന്നെ അയാൾ റിസ്ക് എടുക്കാനും വളരാനും താല്പര്യമുള്ളവനാണ്. അയാൾക്കൊരു ജോലി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ 40,000 സാലറി ഉണ്ട്. അതിലയാൾ സംതൃപ്തനാണെങ്കിൽ അയാൾ പോയി ഒരു ബിസിനസ് തുടങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ അയാൾക്ക് വലിയ സ്വപ്നങ്ങളുള്ളതുകൊണ്ടും അയാൾ വലുതാവണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അയാൾ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നത്. പക്ഷെ അങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി വളരണമെന്ന ആഗ്രഹത്തോടു കൂടി ഇയാൾ ഭയങ്കരമായിട്ട് ഒരു കടയിട്ടു. ആ കടയിൽ കുറച്ച് കച്ചവടം വന്നു, ഉടനെ അപ്പുറത്തൊരു കടയിട്ടു. ഇങ്ങനെ ഇയാൾ വളരാനുള്ള വ്യഗ്രത കാണിക്കും ഭയങ്കരമായിട്ട്. വളർച്ച നല്ലതാണ്, പക്ഷേ അത് പ്രോഫിറ്റബിളായ ഗ്രോത്ത് ആണോ എന്ന് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ വളർച്ച നമ്മളെ തിരിച്ചടിക്കും. ഇപ്പോൾ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നു, ഒരു ബ്രാഞ്ച് നടത്തിക്കൊണ്ടിരുന്നു, കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. തൊട്ടപ്പുറത്ത് വെച്ചു. അപ്പം ഈ പൈസ എടുത്താണ് അവിടെ ഇട്ടത്. അവിടെ അതേപോലെ ഒരു റിട്ടേൺ വന്നില്ലെങ്കിൽ അതും ബാധിക്കും. അപ്പോൾ പ്രോഫിറ്റബിളായ ഗ്രോത്ത് അല്ലാത്ത ഗ്രോത്തുകൾ സൂക്ഷിക്കണം, അപകടകാരികളാണ്. പ്രോഫിറ്റ് അല്ലാത്ത ഗ്രോത്തുകളാണ് പല സ്ഥാപനങ്ങളിലും കാണുന്നത്. ഒന്നാമത്തെ അബദ്ധം. അതായത് ഇങ്ങനെ പറയാൻ പാടില്ല, റവന്യൂ കുറെ വരുന്നുണ്ട്, എവിടെ നിന്നൊക്കെയോ പൈസ വരുന്നുണ്ട്, ആ പൈസ വരുന്നത് കൊണ്ട് ബിസിനസ് സക്സസ്ഫുൾ ആണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. റവന്യൂ മാത്രം വരുന്നു, അതുകൊണ്ട് ബിസിനസ് അടിപൊളിയായിട്ട് പോകുന്നു എന്നുള്ള രീതി. അതല്ല, വരുന്നത് എങ്ങനെയാണ്, പ്രോഫിറ്റബിൾ ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് റവന്യൂ പറയാൻ ഭയങ്കര അഭിമാനമാണ്. ഞാൻ 50 കോടി ചെയ്തു, 100 കോടി ചെയ്തു, എന്ത് ബാക്കി കിട്ടി? ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ചിലപ്പോൾ തപ്പും. അത് തെറ്റാണ്. സർ, പലപ്പോഴും പല വീഡിയോസിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ബിസിനസ്സിൽ ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അബദ്ധങ്ങളിൽ ഒരെണ്ണമല്ലേ സർ ഈ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു നല്ല ലീഡറിനെ ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല? അതെ, അതിനൊരു കാരണം ഈ വിശ്വാസവും ടാലൻറ്റും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഇപ്പം ക്യാഷിലിരിക്കുന്നു, ഞാനൊരു കട തുടങ്ങി, ഞാൻ ക്യാഷിലിരിക്കുന്നു. എൻ്റെ കട കുറച്ചും കൂടി വലുതാക്കണം, ഇല്ലെങ്കിൽ അപ്പുറത്തൊരു കട തുടങ്ങണം. അപ്പോൾ 2 കടയിൽ എനിക്ക് ക്യാഷിലിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ക്യാഷിലിരുത്താൻ വേണ്ടി എനിക്ക് ഭയങ്കര വിശ്വസ്തനായ ഒരുതിനെ കൂടെ നിർത്തും. ഈ വിശ്വസ്തൻ കഴിവുള്ളവനാവണം നിർബന്ധമില്ല. നമ്മുടെ ബന്ധത്തിലോ ഭാര്യയുടെ ആങ്ങളെയോ ആരെങ്കിലും കൊണ്ട് നിർത്തും. കമ്പനി വളരുന്നതനുസരിച്ച് ഇവൻ വളരില്ല, അപ്പോൾ പ്രശ്നം തുടങ്ങും. അപ്പോൾ കഴിവുള്ളവർ വന്നാലേ സ്ഥാപനം നെക്സ്റ്റ് ലെവലിൽ പോകും. ഒന്നില്ലെങ്കിൽ കഴിവുള്ളവർ വരണം,
അല്ലെങ്കിൽ ഉള്ളവരെ കഴിവുള്ളവരാക്കണം. പക്ഷെ പല സ്ഥാപനങ്ങളും അത് ചെയ്യില്ല. അതിൻ്റെ കാരണം പറയാം. ഇയാളുടെ ഉള്ളിലൊരു പേടിയുണ്ട്. ഇവൻ വളർന്നാൽ ഇതേപോലൊരു സ്ഥാപനം അപ്പുറത്ത് തുടങ്ങുമോ എന്ന പേടിയാണ്. അങ്ങനെ യൂസുഫ് അലി സാർ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ സ്ഥാപനത്തിനെ വളരില്ല. ചിലപ്പോൾ തുടങ്ങിന്നിരിക്കും, ചിലപ്പോൾ അവൻ നമ്മളെക്കാൾ വിജയിച്ചെന്നിരിക്കും. അവന് കഴിവുണ്ടെങ്കിൽ, അവൻ മിടുക്കനാണെങ്കിൽ ചെയ്തെന്നിരിക്കും. ഇനി എത്രയോ പേർ ചെയ്ത് പരാജയപ്പെട്ടവരുണ്ട്. അപ്പൊ അതൊന്നും അല്ല ഇവിടെ പ്രധാനം. മകൻ വലുതായാൽ, മിടുക്കനായാൽ എന്നെ വിട്ടു പോകുമെന്നതുകൊണ്ട് മകനെ ഞാൻ പഠിപ്പിക്കുന്നില്ല, മകനെ ലോകം കാണിക്കുന്നില്ല. ഒരു മുടിയിൽ പൂട്ടിയിട്ട് വളർത്തിയാൽ ഈ മകൻ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ലൈബിലിറ്റി ഉണ്ട്. ഇത് ബിസിനസ്സിൽ ബാധകമാണ്. അതുകൊണ്ട് ആളുകളെ വളർത്താതിരിക്കുക എന്ന അബദ്ധം ഒരിക്കലും കാണിക്കരുത്. അത് മണ്ടത്തരമാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്തൊരു പോയിന്റ് ചോദിക്കാം. സാർ പലപ്പോഴും പറയണതാണ് ഈ ഓൺട്രപ്രണേഴ്സ് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഗ്രോത്ത് ആക്ടിവിറ്റീസിലാണ് എന്നുള്ളത്. ഇപ്പൊ സാർ പറഞ്ഞില്ലേ ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യം. ഒരു ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ അവൻ ആപ്റ്റ് ആയിട്ടുള്ള ജോലിയല്ല അവന് കൊടുക്കുന്നത്. അതായത് അവൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഓപ്പറേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. ഒരു ലീഡർ എപ്പോഴും ഇന്നോവേഷൻ, സ്ട്രാറ്റജി, ഇങ്ങനത്തെ ഉള്ള എക്സിക്യൂഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഈ ഡാറ്റ എൻട്രി അങ്ങനത്തെ ചെറിയ ചെറിയ വർക്കുകൾ കൊടുക്കുമ്പോൾ അവന് ഗ്രോ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുമല്ലേ. അതിൽ ഒരു പരിധി വരെ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഉദാഹരണം, നിങ്ങളിൽ നിന്ന് ഈ സ്ഥാപനം എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇന്ന കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അളക്കുമെന്നും ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞ് ഇരുന്നെങ്കിൽ ആ അളക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തേനെ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണം കമ്പനിക്ക് ഉയർച്ച ഉണ്ടാവേണ്ട കാര്യങ്ങൾ ഏതാണെന്നും ആ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും നിങ്ങളെ ഞാൻ ധരിപ്പിക്കുകയും ആ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഞാൻ ഉണ്ടാക്കുകയും ചെയ്താൽ നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതിപ്പോ ഏത് റോൾ എന്ന് തീരുമാനിക്കുന്ന ആ പൊസിഷൻ അനുസരിച്ചാണ് അല്ലേ. അപ്പൊ നമ്മളൊരാളെ ജോലിക്ക് എടുക്കുമ്പോൾ ഇല്ലെങ്കിൽ ആയിരിക്കുന്ന പൊസിഷനിൽ അയാൾക്ക് എന്ത് റോളാണെന്നും ആ റോൾ അയാൾ നിർവഹിക്കുന്നുണ്ടോ, അത് മെഷർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ ആ ജോലിയിലിരിക്കുന്ന ആൾ നമുക്കൊരു ബാധ്യതയായി മാറും. ബിസിനസ്സിലെ ഏറ്റവും കൂടുതൽ അബദ്ധം വരാൻ ചാൻസസ് ഉള്ള ഒരു കാര്യമാണ് തീരുമാനം. സാർ നമ്മൾ ഇതിനു മുന്നേ എങ്ങനെ ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡിസിഷൻ മേക്കിങ്ങിൽ ഈ തെറ്റുകൾ വരുന്നത് എന്തുകൊണ്ടായിരിക്കും സാർ? ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു കഴിവാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുക. ബിസിനസ്സിൽ മാത്രമല്ല കേട്ടോ. നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുന്നു, എൻ്റെ ഉള്ളിൽ കുറേ ചിന്തകൾ വരുന്നു. ഈ ചിന്തകളിൽ ഏത് ചൂസ് ചെയ്ത് ഞാൻ പറയണം എന്നൊരു തീരുമാനമാണ്. നിങ്ങളൊരു ആവശ്യം ഉന്നയിക്കുന്നു, അത് വേണമോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുന്ന ഒരു തീരുമാനമാണ്. നിങ്ങളോട് ഞാൻ വർത്തമാനം പറയുമ്പോൾ ഏത് വാക്ക് ഉപയോഗിക്കണം, നിങ്ങളോട് എങ്ങനെ പെരുമാറണം, ഇതെല്ലാം തീരുമാനമാണ്. നമ്മൾ ജോലിക്ക് പോകുന്നൊരു തീരുമാനമാണ്. നമ്മൾ ബന്ധങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു തീരുമാനമാണ്. നമ്മൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ തീരുമാനിക്കുന്നു, തീരുമാനമാണ്. മനുഷ്യ ജീവിതം പോലെ തന്നെ ബിസിനസ്സിലും കണ്ടമാനം തീരുമാനങ്ങളുണ്ടാകും. അത് വളരെ ചെറുതായിരിക്കാം, വളരെ വലുതായിരിക്കാം. ഉദാഹരണം, ഓഫീസിൽ കൈ കഴുകാൻ വയ്ക്കുന്ന ഹാൻഡ് വാഷ് എത്ര രൂപയുടെ വാങ്ങണം, അതൊരു ചെറിയ തീരുമാനമാണ്. നമ്മൾ ആരുമായി കൊലാബറേറ്റ് ചെയ്യണം, അതൊരു വലിയ തീരുമാനമാണ്. അപ്പം എല്ലാം തീരുമാനങ്ങളാണ്. പക്ഷേ ഈ തീരുമാനമെടുക്കുമ്പോൾ എനിക്ക് തോന്നാണ് ഇതാണ് ശരി എന്ന് തീരുമാനമെടുക്കുന്നത് ചിലപ്പോൾ അബദ്ധത്തിൽ പോയേക്കും. പകരം ഡേറ്റ നുണ പറയില്ല. ഡേറ്റയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ തീരുമാനമെടുക്കുന്നതെങ്കിൽ അത് വളരെ ബെനിഫിറ്റ് ആവും. ഉദാഹരണം, ഒരു ജോലി ചെയ്യുന്ന ആളെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ അയാളെ കുറ്റപ്പെടുത്താണ് റിവ്യൂ മീറ്റിംഗ്. നീ ശരിയൊന്നല്ല, നീ ഇങ്ങനെ വച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് തോന്നണില്ല. ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായി അയാളും നമ്മളും അസ്വസ്ഥരാകുന്നു എന്നാണ്. പകരം നിനക്ക് തന്ന KPI ഇതാണ് നിനക്ക് തന്ന ടാർഗറ്റുകൾ, ഈ ടാർഗറ്റിൽ ഇത്ര അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു, നീ ഇത്രയാണ് അച്ചീവ് ചെയ്തത്. ഇതിലെ എമോഷൻസ് ഇല്ല. ഒരു ടെലികോളറോട് 80 കോളുകൾ വിളിക്കണമെന്നും 40 കോളുകൾ കണക്റ്റഡ് ആകണമെന്നും അതിൽ 25 കോളുകളിൽ പിച്ച് ചെയ്യണം, ഇങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 70 കോളാണ് സ്ഥിരം വിളിക്കുന്ന ഒരാളോട് പറയാം
80 കോളുകൾ വിളിക്കാനാണ് നിങ്ങൾ ജോലിക്കെടുത്തത്, പക്ഷേ നിങ്ങൾ 70 തന്നെ ചെയ്യുന്നുള്ളൂ, അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാൻ പറ്റും. അവിടെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അപ്പം അതുകൊണ്ട് ഡേറ്റ ബേസ്ഡ് ആയിട്ട് വേണം ഡിസിഷൻസ് എടുക്കാൻ. അപ്പം എല്ലാ കാര്യങ്ങളിലും ഡേറ്റ, ബിസിനസ് ഡിസിഷൻസ് ബേസ്ഡ് ഇന്റർണൽ ഡേറ്റ ഉണ്ട്, എക്സ്റ്റേണൽ ഡേറ്റ ഉണ്ട്. ഇന്റർണൽ ഡേറ്റ എന്ന് പറയുന്നത് അകത്ത് നടക്കുന്ന കാര്യങ്ങളുടെ ഡേറ്റ, ഫിനാൻഷ്യൽ ഡേറ്റ, ഓപ്പറേഷണൽ ഡേറ്റ, അങ്ങനത്തെ കാര്യങ്ങൾ. എക്സ്റ്റേണൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്ററെ കുറിച്ചുള്ള ഡേറ്റ, ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഡേറ്റ, അങ്ങനെയുള്ള ഈ 2 ഡേറ്റകളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ തീരുമാനമെടുക്കുന്നതെങ്കിൽ ആ തീരുമാനം ശരിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സർ, ഇപ്പൊ നമ്മൾ 4 കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ഇനി എന്തായിരിക്കും സർ വേറൊരു എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഏറ്റവും വലിയ അബദ്ധമായി പറയാൻ പോകുന്ന ക്യാഷിൽ ശ്രദ്ധിക്കാതിരിക്കുക എന്നതാണ്. കാരണം ക്യാഷ് ഓക്സിജൻ പോലെയാണ്, കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് മരിച്ചു. അപ്പോൾ നമ്മൾ ഈ റവന്യൂ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ചില ആളുകൾ പ്രോഫിറ്റും കൊണ്ടുവരും, പക്ഷെ പൈസ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ കച്ചവടം നടന്നു, ആ കച്ചവടം ലാഭമാണ്, പക്ഷെ പൈസ കിട്ടിയിട്ടില്ല, ക്രെഡിറ്റ് കൊടുത്തിരിക്കുകയാണ്. പൈസ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പറഞ്ഞ ഡേറ്റിൽ സാലറി കൊടുക്കണ്ടേ? നിങ്ങൾ സാലറി കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോയി. എന്ന് സാലറി കൊടുക്കാതിരിക്കുന്നോ വൈകി കൊടുക്കുന്നുവോ അന്ന് നിങ്ങൾ പറഞ്ഞത് കേൾക്കാൻ അവൻ ബാധ്യസ്ഥനല്ല. ഞാൻ ആദ്യം ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കുക, എന്നിട്ട് വർത്താനം പറ എന്ന് ഒരു എംപ്ലോയി പറയേണ്ട ഗതികേട് ഉണ്ടാകുന്നത് ഒരു ഓൺട്രപ്രണറെ അപേക്ഷിച്ച് ഭയങ്കര ട്രാജഡിയാണ്. അപ്പൊ ക്യാഷ് എന്ന് പറയുന്ന സാധനത്തിൽ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ ഒരു ഓൺട്രപ്രണർ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നം. നമ്മൾ 5 കാര്യങ്ങളെ പറ്റിയിട്ടാണ് സർ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ ഇന്റൻഷനലി ഉണ്ടാവുന്നതല്ല, മീൻസ് ആക്സിഡന്റലി നമ്മുടെ ബിസിനസ്സിൽ സംഭവിച്ചു പോകുന്നതാണ്. ഒരു പ്രിക്കോഷൻ പോലെ എന്തായിരിക്കും നമുക്കിതിന് പറയാൻ പറ്റുക? നമ്മൾ എപ്പോഴും പറയില്ലേ, അവനവന്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നവൻ ബുദ്ധിമാനും അടുത്തവന്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നവൻ അതിബുദ്ധിമാനുമാണ് എന്ന് പറയും. മുന്നേ പോയ ആളുകൾ ഇതുപോലെ കുറെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. എന്നെപ്പോലൊരാൾ ഇത് എങ്ങനെയാണ് പറയുന്നത്? വേറെ ആളുകൾക്ക് പറ്റിയ അബദ്ധങ്ങളെ കണ്ടുപിടിച്ചതും ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ചെയ്ത അബദ്ധങ്ങളാണ് പാഠങ്ങളായി മാറുന്നത്. അപ്പം അത്തരം പാഠങ്ങളെ സൂക്ഷിച്ച് പഠിക്കുകയും നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യമായ പോലെ നിങ്ങളതിനെ നടപ്പാക്കുകയും ചെയ്യുക എന്നതാണ്. ഇപ്പൊ ക്യാഷിനെ കുറിച്ച് ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാം ഫുൾ ക്യാഷ് കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് പ്രസക്തമേ അല്ല. ഇപ്പൊ സമഗ്രയുടെ കാര്യത്തിൽ സമഗ്ര ക്യാഷ് റിച്ച് ആണ്, അതായത് ക്യാഷ് ഇല്ലാതെ ഒരു കാര്യവും ചെയ്യില്ല. അതേപോലെ പ്രോഫിറ്റബിലിറ്റി നിശ്ചിത ശതമാനം നിർബന്ധമായി പാലിക്കണം, എത്ര ശതമാനം ഉണ്ടെങ്കിൽ അത് ചെയ്യൂ. ഇതായിരിക്കില്ല ചിലപ്പോൾ സമഗ്രയുടെ വീക്ക്നെസ്സുകൾ, അബദ്ധങ്ങൾ. അപ്പൊ അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇത്തരം അബദ്ധങ്ങൾ നമുക്കുണ്ടോ, ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണ്ടേ എന്നാൽ അങ്ങനെ ശ്രദ്ധിച്ച് ബിസിനസിനെ പഠിച്ച് ചെയ്യുന്നവർക്ക് ബിസിനസിനെ വേറൊരു അബദ്ധം പറയാം, ആളുകൾ പഠിക്കില്ല. ലേൺ ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യാന്നല്ല, പഠിക്കില്ല. ഫ്രീ ആയി കിട്ടിയാലും പോലും പഠിക്കില്ല. പറയണത് എന്താ ചോദിച്ചാൽ, സാധാരണ ആളുകൾ പറയുന്നൊരു തമാശയുണ്ട്, എന്തിനാണ് ഇവർ പഠിപ്പിക്കുന്നത്, ഇവരാരാണ് എന്ന് ചോദ്യത്തിന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉത്തരം ഉണ്ടല്ലോ, മെസ്സിക്ക് ഒരു കോച്ചുണ്ട്. മെസ്സിയുടെ അത്ര മികച്ച കളിക്കാരനല്ല കോച്ചിന്റെ റോൾ വ്യത്യാസമാണ്. കോച്ച് ഒരുപാട് കളിക്കാരെ കണ്ടിട്ടുണ്ടാകും. ഒരു കളിക്കാരന്റെ അബദ്ധം എടുത്ത് ഈ അബദ്ധം മെസ്സിക്ക് പറ്റാതിരിക്കണം എന്നാണ് ആഗ്രഹിക്കുക. അപ്പൊ അതുപോലെ പുസ്തകങ്ങളാവാം, മെന്റേഴ്സ് ആവാം, ട്രെയിനിങ്സ് ആവാം, നിങ്ങൾ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. നമ്മുടെ സ്പേസിൽ 2000 കോടിക്കാരൻ 6 കൊല്ലമായി പഠിക്കുന്നുണ്ട് നമ്മുടെ കൂടെ മാത്രം, അല്ലെ? 1000 കോടിക്കാരൻ 7 കൊല്ലമായി പഠിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഒരു തുടക്കക്കാരനെ അപേക്ഷിച്ച് ഈ ചോദ്യമേ പ്രസക്തമല്ല. അതുകൊണ്ട് പഠിക്കാത്തവർ മരിച്ചവരാണ് എന്നാണ് ഞാൻ പറയുക. അത് ഏത് പ്രൊഫഷനിലും. ഒരു 6 കാര്യങ്ങളെ പറ്റി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഈ ഡിസ്കസ് ചെയ്തതിലെല്ലാം കുറെയൊക്കെ നമുക്ക് അറിയായിരിക്കും, പക്ഷെ അത് എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്നോ എന്താണെന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ ബിസിനസ്സിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യട്ടെ, അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള വേസ് അവർ കണ്ടുപിടിക്കട്ടെ. ഇതുപോലെ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. നമ്മളിപ്പോ ഈ വീഡിയോ കാണുന്ന ആളുകൾ ആ മെസ്സേജിൽ അല്ലെങ്കിൽ കമന്റിൽ എന്തൊക്കെ അബദ്ധങ്ങളെ കുറിച്ച് ഇടുകയാണെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യാൻ കേട്ടോ. സാധാരണ നിങ്ങൾക്ക് എന്താണ് പറ്റുന്ന അബദ്ധങ്ങൾ, അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ കൂടി ഇടാം. അപ്പൊ സർ, ഇത്രയും നല്ലൊരു ഇൻസൈറ്റ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിന് സർ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമ്മൾ ഇനി നല്ലൊരു ബിസിനസ് ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.